ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ റഷ്യൻ ക്ലബ്ബായ സെനിത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിന് വേണ്ടിയാണ് ബ്രസീലിയൻ താരമായ ലൂയിസ് ഹെൻറിക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 19 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 2 ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയപ്പോൾ പല ആരാധകർക്കും മുറുമുറുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം ഉയർന്നു കേട്ടിരുന്നു. പക്ഷെ അതിനൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പകരക്കാരനായി വന്ന ലൂയിസ് ഹെൻറിക്കെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. 2 ഗോളുകളിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏതായാലും ലൂയിസ് ഹെൻറിക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്കുകൾ സോഫാ സ്കോർ ബ്രസീൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ കുറഞ്ഞ സമയം കളിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അത് ലൂയിസ് ഹെൻറിക്കെയാണ്. അതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. 7 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 2 ഗോളുകൾ 2 അസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ 4 ഗോൾ പങ്കാളിത്തങ്ങൾ. അതായത് ഓരോ 57 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. 5 കീ പാസുകൾ, 15 ഡ്രിബിളുകൾ, അതിൽ 10 സക്സസ് ആയി. അതുപോലെ തന്നെ 45 ഡുവലുകൾ, അതിൽ 26 വോൺ ചെയ്തു. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.21. അതായത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ലൂയിസിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പകരക്കാരനായി വരുന്ന സമയത്തൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിൽ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു മികച്ച വിങ്ങറെ തന്നെയാണ് ബ്രസീലിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനിയും അദ്ദേഹം ഈ ഒരു മികവ് തുടരേണ്ടത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.